ഏത് ഉണ്ണികൃഷ്ണൻ പോറ്റി, എനിക്കറിയ പോലുമില്ല, അങ്ങനെയുള്ള അവതാരങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അവസാനമാണ് ചെവി കടിക്കുന്നതും തോള് കടിക്കുന്നതും മുണ്ട് മടക്കി കുത്തുന്ന അതിന് സഹായിച്ചു കൊടുക്കുന്നതൊക്കെ ആയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടെത്തിയത്. അതുപോലെ ഇതും അഴിക്കണമെന്ന് വെച്ചാൽ അതൊരു സംശയമില്ല. അപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ CPM നേതാക്കളിലേക്ക് എത്തുമോ? ഇപ്പോൾ ജയറാമും തന്ത്രിയും എന്നെല്ലാം പറഞ്ഞ് ചുറ്റിക്കറങ്ങി അവസാനം അങ്ങോട്ടല്ലേ എത്തുമോ? അതെ, ജയറാമിൻ്റെ കേസിന് ഇപ്പോൾ 8-ാം തീയതി മുതൽ ഇലക്ഷൻ തീരുന്നവരെ അതങ്ങ് നിൽക്കും. അപ്പം തന്ത്രിയും അയ്യപ്പനും മോഷണവും സ്വത്ത് നഷ്ടവും സ്വർണവും എല്ലാം 8-ാം തീയതി മുതൽ 9-ാം തീയതിയാണല്ലോ തിരഞ്ഞെടുപ്പ് വരുന്നത്, പിന്നെ 11-ാം തീയതി. അപ്പോൾ 9, 10, 11 ഉള്ള വിഷയം നമ്മുടെ ദിലീപ് തന്നെ കൊണ്ടുവരും. അപ്പോൾ അത് അങ്ങനെ അങ്ങ് പോവും. അതിനിടയ്ക്ക് ഇലക്ഷനും നടത്തി പോവാം, ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടാം എന്നുള്ളതാണ് ഒരു തന്ത്രം. രണ്ടാമത്തേത്, ഈ ദിവസങ്ങളിൽ ഇനിയിപ്പം തന്ത്രിയിലേക്ക് ഫോക്കസ് ചെയ്യാം. തന്ത്രി എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ. ഇപ്പോൾ നമ്മളോട് പറഞ്ഞ പോലെ ആയിരിക്കില്ല തന്ത്രി തന്ത്രി അത് പറയുന്നുണ്ട്, എല്ലാ വിവരങ്ങളും SITയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ തന്ത്രിക്ക് എന്തോ അറിയാം, തന്ത്രിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്നുള്ളതാണ്. അല്ല, അത് നമുക്ക് പകൽ പോലെ വ്യക്തമല്ലേ. തന്ത്രിയല്ലേ അവിടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, തന്ത്രിയാണ് അവിടെ നിന്ന് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആദ്യം കാണുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.